ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. നിയമത്തിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി. പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഭേദഗതി കൊണ്ടുവന്നത്. ജെയിനസ് രാജു ചേർന്നു. ജെയിൻ, വിവരങ്ങൾ. വളരെ നീണ്ട നാളത്തെ ഒരു ആവശ്യമായിരുന്നു ഇടുക്കി ജില്ലയിലെ അടക്കം ഭൂപതിവ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവരണം എന്നുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 14 തീയതി ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നിയമസഭ ഇത് സംബന്ധിച്ച ബില്ല് പാസാക്കുകയും ചെയ്തു. പക്ഷേ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാൻ തയ്യാറായില്ല. ഇടുക്കിയിലെ ചില കർഷക സംഘടനകൾ അടക്കം ഈ ബില്ലിൽ ഒപ്പിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 26 തീയതി ഈ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. അങ്ങനെയാണ് ഈ ബില്ല് യാഥാർത്ഥ്യമാകുന്നത്. ആ ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്നതുകൊണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഈ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചട്ടങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ 1960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.